ഹായ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് മാസം 25,000 രൂപ വെച്ച് 40 മാസം അടയ്ക്കുന്ന 10 ലക്ഷം ചിട്ടയെക്കുറിച്ചും അതേപോലെ തന്നെ 10,000 രൂപ വെച്ചിട്ട് 100 മാസം അടയ്ക്കുന്ന 10 ലക്ഷം രണ്ട് ചിട്ടകളെക്കുറിച്ചൊരു വ്യത്യാസത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം രണ്ടും 10 ലക്ഷമാണ്, കാലാവധിയിലുമാണ് മാറ്റം വരുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണം കൂടി എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതാണ്. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതായത് മാസം 25,000 രൂപ വെച്ചിട്ട് 40 മാസം അടയ്ക്കുന്ന 10 ലക്ഷം ചിട്ടിയും അതേപോലെ തന്നെ 10,000 രൂപ വെച്ചിട്ട് 100 മാസം അടയ്ക്കുന്ന 10 ലക്ഷം ചിട്ടിയും. ഈ രണ്ട് ചിട്ടിയെക്കുറിച്ചുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. മാസം 25,000 രൂപ വെച്ചിട്ട് മാസം 40 മാസം അടയ്ക്കുന്ന 10 ലക്ഷത്തിന്റെ ചിട്ടി എന്ന് പറയുമ്പോൾ ഈ ചിട്ടിയിൽ 40 അംഗങ്ങളാണ് ഉണ്ടാകുക. അതേ സ്ഥാനത്ത് 10,000 രൂപ വെച്ചിട്ട് 100 മാസം അടയ്ക്കുന്ന 10 ലക്ഷത്തിന്റെ ചിട്ടിയിൽ വന്നിട്ട് 100 അംഗങ്ങളാണ് ഉണ്ടാകുക. അതായത് രണ്ട് ചിട്ടിയുടെയും സല എന്ന് പറയുന്നത് 10 ലക്ഷം രൂപ തന്നെയാണ്. അതിന് മുന്നേറിയിട്ടൊന്ന് പറയാനുള്ളത്, ഏത് ചിട്ടിയിൽ ചേരുകയാണെന്നുണ്ടെങ്കിലും ചിട്ടി പിടിച്ച ശേഷം മേൽബാധ്യതയ്ക്കുള്ള ജാമ്യം കൊടുത്തെങ്കിൽ മാത്രമാണ് നമുക്ക് ചിട്ടി പിടിക്കുന്ന സമയത്ത് ഫുൾ എമൗണ്ടും നമുക്ക് റിലീസ്, അതായത് പേയ്മെന്റ് ചെയ്ത് എടുക്കാൻ കഴിയുള്ളൂ. അത് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിലിപ്പോ 40 മാസത്തെ ചിട്ടിയാണ്. അപ്പൊ 40 അംഗങ്ങളാണ് ഉണ്ടാകുക. ഈ 40 അംഗങ്ങള് 25,000 രൂപ വെച്ച് എടുക്കുന്ന സമയത്താണ് 10 ലക്ഷം രൂപ ആകുന്നത്. ഈ 10 ലക്ഷം രൂപ ഓരോ ചിട്ടിയുടെ സാഹചര്യത്തിനനുസരിച്ച് വിളിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഈ ചിട്ടിയൊക്കെ 30% താഴ്ത്തി വിളിക്കുന്ന സമയത്ത് 7 ലക്ഷം രൂപയെ കിട്ടുകയുള്ളൂ. അത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഫണ്ട് ആവശ്യവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ചിട്ടി പിടിക്കേണ്ടത്. കാരണം 10 ലക്ഷത്തിന്റെ ചിട്ടിയിൽ 30% താഴ്ത്തി വിളിക്കുകയാണെങ്കിൽ 7 ലക്ഷം രൂപയും മാക്സിമം വന്നിട്ട് 9,50,000 രൂപയാണ് ഈ ചിട്ടിയിൽ കിട്ടുക. അതായത് 30% താഴ്ത്തി വിളിക്കുന്ന സമയത്ത് 7 ലക്ഷം രൂപയും മാക്സിമം 9,50,000 രൂപ വരെ കിട്ടാൻ സാധ്യതയുള്ള ചിട്ടിയാണ് ഈ 25,000 വെച്ചിട്ട് 40 മാസം അടയ്ക്കുന്ന 10 ലക്ഷത്തിന്റെ ചിട്ടി. അതേപോലെ തന്നെയാണ് 10,000 രൂപ വെച്ചിട്ട് 100 മാസം അടയ്ക്കുന്ന 10 ലക്ഷത്തിന്റെ ചിട്ടിയും. ഈ ചിട്ടിയിൽ അതേപോലെ തന്നെയാണ് 30% താഴ്ത്തി വിളിക്കുന്ന സമയത്ത് മിനിമം 7 ലക്ഷം രൂപയും മാക്സിമം വന്നിട്ട് ഇതില് 9 ലക്ഷത്തി, അതായത് മാക്സിമം 9,50,000 രൂപയാണ് ഇതിൽ കിട്ടാൻ സാധ്യത. ഈ രണ്ട് ചിട്ടിയിലും അങ്ങനെയാണ് കിട്ടാൻ സാധ്യത. പിന്നെ ചിട്ടി 30% പറയുന്നത് 40 മാസത്തെ ചിട്ടിയിൽ ചിലപ്പോൾ, കാരണം 40 അംഗങ്ങളാണ് ഉണ്ടാകുള്ളൂ. അപ്പൊ ആ 40 മാസ ചിട്ടിയിൽ ചിലപ്പോൾ ഒരു 5 ആളോ അല്ലെങ്കിൽ ഒരു 10 ആളെ 30% താഴ്ത്തി വിളിക്കാൻ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അതേ സ്ഥാനത്ത് 100 മാസത്തിന്റെ ചിട്ടിയിൽ പോയി കഴിഞ്ഞാൽ 100 ആളുകളാണ് ഉണ്ടാകുക. അപ്പൊ അതിലെ ആവശ്യക്കാരുടെ എണ്ണം കൂടുതലായിരിക്കും. അപ്പോൾ ചിലപ്പോൾ 40ഉം 50ഉം ആളുകൾ 30% താഴ്ത്തി വിളിക്കാനുണ്ടാകും. ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് പെട്ടെന്ന് ഫണ്ട് ആവശ്യമുണ്ടെങ്കിൽ, അതായത് മാസം ഒരു 25,000 വെച്ച് അടയ്ക്കാൻ അദ്ദേഹം വില്ലിങ് ആണെങ്കിൽ, അദ്ദേഹത്തിന് പെട്ടെന്ന് ഫണ്ട് ആവശ്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ 25,000 വെച്ചിട്ട് 40 മാസം അടയ്ക്കുന്ന ചിട്ടിയിൽ ചേരുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. അതേ സ്ഥാനത്ത് പെട്ടെന്ന് ഫണ്ട് ആവശ്യമില്ല എങ്കിൽ 10 ലക്ഷം രൂപ ചിട്ടി ആവശ്യം ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ മാസം ചെറിയ എമൗണ്ട് 10,000 രൂപയെ വരുന്നുള്ളൂ. അങ്ങനെ 10,000 വെച്ചിട്ട് 100 മാസം അടയ്ക്കുന്ന സമയത്ത് 10 ലക്ഷം, അതും 10 ലക്ഷം രൂപ, പക്ഷെ 100 മാസം. അതാണ് ഈ രണ്ട് ചിട്ടിയും തമ്മിലുള്ള കാലാവധിയിലും അതേപോലെ വ്യക്തികളുടെ എണ്ണത്തിലും ഉള്ള വ്യത്യാസം ആദ്യം തന്നെ പറയാനുള്ളത്. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ, ഇതിലെ അംഗങ്ങൾ, അതായത് ഇപ്പൊ 25,000 വെച്ചിട്ട് 40 മാസം അടയ്ക്കുന്നതിൽ 40 അംഗങ്ങൾ 25,000 വെച്ചെടുക്കുമ്പോഴാണ് 10 ലക്ഷം രൂപയാകുന്നത്. ഈ 10 ലക്ഷം രൂപയാണ് ഒരാൾ വന്ന് ചിട്ടി വിളിച്ച് പേയ്മെന്റ് ചെയ്തു പോണത്. അങ്ങനെ പേയ്മെന്റ് ചെയ്തു പോണ വ്യക്തി കൃത്യമായിട്ട് പിന്നീട് തിരിച്ചടച്ചെങ്കിൽ മാത്രമാണ് ഇതിലുള്ള അംഗങ്ങൾക്ക് പിന്നീട് ചിട്ടി വിളിക്കുന്ന സമയത്ത് പേയ്മെന്റ് കൊടുക്കാൻ കഴിയുള്ളൂ. അതങ്ങനെ കൃത്യമായിട്ട് അടയ്ക്കാൻ വേണ്ടി കൂടിയാണ് ഒരു ചിട്ടി പിടിച്ചിട്ട് പോകുന്ന ഒരാളുടെ അടുത്ത് കൃത്യമായിട്ട് KSFE ജാമ്യം പഠിക്കുന്നത്. അത് നിങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. കാരണം ഇതിൽ ഓരോ ചിട്ടി ചേർന്ന വ്യക്തികളുടെയും സുരക്ഷിതത്വത്തിനു കൂടി വേണ്ടിയാണ് ജാമ്യം മേടിക്കുന്നത്. അത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. പിന്നെ നമ്മളിപ്പോൾ ചിട്ടിയാണെങ്കിലും എന്തൊരു ഇൻവെസ്റ്റ്മെന്റിലാണെങ്കിലും
ചേരുന്ന ഒരാളുകളാണെങ്കിൽ പെട്ടെന്ന് അവർ ചിന്തിക്കുന്നത് പെട്ടെന്ന് ചേരുക, ആ പൈസ എടുക്കാൻ ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കുക, അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ എന്തൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഇൻവെസ്റ്റ്മെന്റിന് കുറച്ച് സമയം കൊടുക്കണം. എങ്കിലാണ് അതിൽ നിന്നുള്ള ലാഭം എന്താണ്, ഇല്ലെങ്കിൽ അത് എങ്ങനെ വിളിക്കാൻ പറ്റും, ഇല്ലെങ്കിൽ ആ പേയ്മെന്റ്, ഇല്ലെങ്കിൽ ആ ഇൻവെസ്റ്റ്മെന്റ് ഏത് രീതിയിൽ നല്ല രീതിയിൽ ഉപയോഗിക്കാം, അങ്ങനെയുള്ളവർക്ക് നമ്മൾക്കൊരു ഐഡിയ വരണമെങ്കിൽ കുറച്ച് കഴിയണം. അത് നമ്മൾ ചേർന്ന ഉടനെ നമ്മളിപ്പോ എന്തൊരു ഇൻവെസ്റ്റ്മെന്റിൽ ചേർന്ന ഉടനെ എല്ലാവരും ഉദ്ദേശിക്കുന്നത് വേഗം ഇൻവെസ്റ്റ്മെന്റ് ചേരുക, അതിന് വേഗം പൈസ എടുക്കുക, അവനവന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക, ഇല്ലെങ്കിൽ അടിച്ചു പൊളിക്കുക, അങ്ങനെയൊക്കെ ഒരു മെന്റാലിറ്റിയോട് കൂടി ചേരുന്ന ആളുകളുണ്ട്. അല്ലാതെ ആ പൈസ എടുത്ത് നല്ല രീതിയിൽ വിനിയോഗിക്കുന്ന ഒരുപാട് ആളുകളും ഉണ്ട്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്തൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക എന്നുണ്ടെങ്കിലും അതിന് കുറച്ച് സമയം കൊടുക്കുക, അതിന്റെ ലാഭം ഇല്ലെങ്കിൽ അത് എങ്ങനെ വിളിക്കേണ്ടത്, ഇല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന എങ്ങനെ റിട്ടേൺ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ശേഷം ആ ഇൻവെസ്റ്റ്മെന്റിൽ ചേർന്ന് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് മീൻസ് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ അത് ഉപയോഗിക്കാൻ കഴിയും. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. അതാണ് എനിക്ക് ആദ്യം തന്നെ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഈ 10 ലക്ഷത്തിന്റെ ചിട്ടിയിൽ ഏകദേശം ഒരു 50,000 മുതൽ 1 ലക്ഷം രൂപ വരെ ഡിവിഡൻഡ് കിട്ടാൻ സാധ്യതയുണ്ട്. അതേ സ്ഥാനത്ത് നമ്മൾ 100 മാസത്തിന്റെ ചിട്ടിയിലേക്ക് വരുന്ന സമയത്ത് 1 ലക്ഷം മുതൽ 1.5 ലക്ഷം രൂപ വരെ ഡിവിഡൻഡ് കിട്ടാൻ സാധ്യതയുള്ള ചിട്ടിയാണ് ഈ 100 മാസത്തിന്റെ. കാരണം എന്താ വെച്ചാൽ കാലാവധി കൂടുന്ന സമയത്ത് ആവശ്യക്കാരുടെ എണ്ണം കൂടുതലായിരിക്കും. അങ്ങനെ ആവശ്യക്കാരുടെ എണ്ണം കൂടുതൽ വരുന്ന സമയത്ത് നമ്മൾക്ക് കൂടുതൽ ഡിവിഡൻഡ് കിട്ടും. അതേ സ്ഥാനത്ത് 40 മാസം പറയുമ്പോൾ 40 അംഗങ്ങളെ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ 40 അംഗങ്ങളിൽ നിന്ന് വേണം അത്യാവശ്യക്കാർ ഉണ്ടാകേണ്ടത്. അങ്ങനെ അത്യാവശ്യക്കാര് അപ്പൊ അതിൽ ചിലപ്പോൾ കുറവായിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾക്ക് ഈ 40 മാസത്തിനെ അപേക്ഷിച്ച് 100 മാസത്തിന്റെ ചിട്ടിക്കാണ് ഡിവിഡൻഡ് കൂടുതൽ കിട്ടുക. പക്ഷെ പെട്ടെന്ന് നമുക്ക് ഫണ്ട് വേണം, അല്ലെങ്കിൽ എമർജൻസി ഫണ്ട് വേണമെങ്കിൽ ഷോർട്ട് പീരീഡ് ചിട്ടി ചേരുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. അതേസമയത്ത് 100 മാസത്തിന്റെ ചിട്ടിക്ക് പോകുന്ന സമയത്ത് നമുക്കിപ്പോ ഈ പറഞ്ഞല്ലോ 30% താഴ്ത്തി വിളിക്കുകയാണെങ്കിൽ നമുക്ക് 7 ലക്ഷം രൂപയാണ് കിട്ടുന്നത്. ഈ 7 ലക്ഷത്തിൽ നിന്ന് GST ഡോക്യുമെന്റേഷൻ ചാർജും കുറച്ച് കഴിഞ്ഞാൽ ബാക്കി ഒരു 6,90,000 രൂപയോളം നമുക്ക് കിട്ടും. അങ്ങനെ 30% താഴ്ത്തി വിളിക്കുന്ന ഒരു വ്യക്തി KSF തന്നെ ആ തുക ഡെപ്പോസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു തുക പലിശ ഇനത്തിൽ മാസം ലഭിക്കും. അല്ലെങ്കിൽ വർഷത്തിലോ അല്ലെങ്കിൽ ഈ ചിട്ടി കാലാവധി കഴിയുന്ന സമയത്ത് നല്ലൊരു തുക നിങ്ങൾക്ക് പലിശ ഇനത്തിൽ മാത്രം ലഭിക്കും. അതിന്റെ ഈ 100 മാസത്തിന്റെ ചിട്ടിയുടെ വിശദമായിട്ടുള്ള പല വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ 1-2 വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് അത് കാണുമ്പോൾ കുറച്ചും കൂടി നല്ല രീതിയിൽ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇത് രണ്ടും സ്ഥലം വരുന്നത് 10 ലക്ഷം രൂപ തന്നെയാണ്. പക്ഷെ ആൾക്കാരുടെ എണ്ണത്തിലും അതേപോലെ തന്നെ മാസം അടയ്ക്കുന്ന തുകയിലും മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പൊ ഈ 100 മാസത്തിന്റെ ചിട്ടിയിൽ നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് 100 മാസമോ 40 മാസമോ അല്ലെങ്കിൽ 60 മാസമോ അങ്ങനെ പല രീതിയിലുള്ള ചിട്ടികളുണ്ട്. നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഏത് ചിട്ടിയാണ് അനുയോജ്യം എന്ന് നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് ചേരുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വിളിച്ചെടുക്കാൻ കഴിയുള്ളൂ. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുകയും ചെയ്യും. അപ്പൊ അതാണ് ചിട്ടിയെ കുറിച്ച് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു വ്യത്യാസം. അതായത് ഈ 2 ചിട്ടിയും തമ്മിലുള്ള ബേസിക് ആയിട്ടുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞത്. ഈ വീഡിയോയെ കുറിച്ചുള്ള കൂടുതൽ നിങ്ങളുടെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതിനുള്ള മറുപടി ഞാൻ തരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.